എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ പയറും ജീര റൈസുമാണ്. അതിനായിട്ട് ഞാൻ രാജ്മ പയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച രാജ്മ പയറാണിത്. അത് കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിലിട്ട് ഇട്ടു. അതിന് ആവശ്യമായ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു. പിന്നെ ഉപ്പും കൂടി ഇട്ടു. ഉപ്പ് ഇവിടെ ആഡ് ചെയ്യുവാണ്. ഉപ്പും കൂടി ഇട്ട് അതിനെ വേവിക്കാനായിട്ട് വെച്ചു. ഒരു 2 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാൻ നോക്കാം. അതിലേക്ക് തക്കാളി, സവോള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വെളുത്തുള്ളിയും വേണം. ഇതിനെ നമുക്ക് ഒരു പാൻ എടുത്ത് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതാണ് നല്ലത്. നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതിലേക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന തക്കാളിയും സവാളയും ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്യാം, വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഇനി ഇതിന് നമുക്ക് വാങ്ങി വയ്ക്കാം അടുപ്പത്തുനിന്ന്. ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല മഷി പോലെ അടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷമേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അടിച്ചെടുക്കുക. ഇനി നമ്മൾ വഴറ്റാൻ ഉപയോഗിച്ച അതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് ആദ്യം അതിനകത്തേക്ക് ജീരകം ആഡ് ചെയ്യണം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്യാം, എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകളും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്തു ഞാനിവിടെ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. തീ കുറച്ചിടാൻ ശ്രമിക്കണം. തീ കുറച്ചിട്ടതിന് ശേഷമേ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടും കൂടി അങ്ങോട്ട് ചേർക്കുക. തക്കാളിയുടെയും സവാളയുടെയും കൂടെ പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ പയർ ആഡ് ചെയ്യാം. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ, ടേസ്റ്റിന് ആവശ്യമായത്. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തു. മിക്സിയുടെ ജാറിന്ന് കഴുകി ഒഴിച്ചതായിരുന്നു കേട്ടോ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ഞാൻ ആഡ് ചെയ്തു. ചാറിന് ആവശ്യമായ വെള്ളവും ആഡ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഉപ്പ് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ചേർക്കണം, വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം. ഇനി ആഡ് ചെയ്തത് ഗരം മസാലയാണ്. ഞാൻ പിന്നീട് ആഡ് ചെയ്തത് കുരുമുളക് പൊടിയാണ്. ഞാൻ ഇവിടെ കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ടു. ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു ഇതാണ്. ഇതും കൂടി ഇട്ടെങ്കിലേ ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ അടുത്ത് ചെറുനാരങ്ങ ഇല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് വിനെഗറാണ്. വിനെഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് വാങ്ങിയെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്മ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ജീര റൈസ് ആണ്. ജീര റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്തു. അതിനായിട്ട് ബേ ലീവ്സ്, ഗ്രാമ്പൂ, പിന്നെ ജീരകം, ഇതെല്ലാം കൂടെ ആവശ്യത്തിൽ കുറച്ചധികം ജീരകം എടുക്കണം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ബസ്മതി റൈസ് ആണ് ഏറ്റവും നല്ലത് ജീര റൈസ് ഉണ്ടാക്കാനായിട്ട്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ വെള്ളമയം മാറിയതിന് ശേഷം മാത്രം അതിലോട്ട് വെള്ളം ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ വേവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്തു. അതായത് 1 ഗ്ലാസ് ബസ്മതി റൈസിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഇവിടെ ആഡ് ചെയ്യുവാണ്. രാജ്മ പയറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് ഈ ജീര റൈസോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ബസ്മതി റൈസ് വേവിക്കുന്നതോ ആണ്. അതിൻ്റെ കൂട്ടത്തിലാണ് കഴിക്കാൻ നല്ലത്. ഇതിൻ്റെ കൂട്ടത്തിലും കൂടി കുറച്ച് കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് വീണ്ടും വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജീര റൈസ്. സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു. സലാഡും, ഇത് തൈരാണ്. രാജ്മ പയറും ജീര റൈസിൻ്റെ കൂടെ കൂട്ടി ഇളക്കി അങ്ങ് കഴിച്ചോളുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹായിക്കണേ.